ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാച്ചിയ ഒരു സൂത്രമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മഴക്കാലത്ത് നമ്മുടെ വീടുകളിൽ വരുന്നതല്ലേ ഈച്ചകൾ, അതുപോലെ കൊതുകുകൾ. ഇതുങ്ങളെ തുരത്തുന്ന ഒരുപാട് ടിപ്പുകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണണം. അതുപോലെ തന്നെ സൂപ്പർ ടിപ്പാണ് ഇത്, ഈ ഒരു ടിപ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സൂത്രമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഷ്പ്രയാസം നമുക്ക് ഈച്ചകളെയും കൊതുകിനെയും ഒക്കെ നമുക്ക് പിടികൂടാം. ഈ ഒരു ഗ്ലാസ്സിലേക്ക് പിടികൂടാം. അതെങ്ങനെയാണ് ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ ഫുഡിലൊക്കെ വന്നിരിക്കുന്ന വേസ്റ്റുകൾ എല്ലാം വന്നതിന് ശേഷം നമ്മുടെ ഫുഡുകളിൽ വന്നിരിക്കും നമുക്ക് പല പല അസുഖങ്ങളുണ്ടാകും അല്ലേ. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് അസുഖങ്ങളൊക്കെ ഉണ്ടാകും ഈച്ചയൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഈച്ചകളെ പിടിക്കാനുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അതിനായിട്ടൊരു ഗ്ലാസ് എടുക്കുക. അത് നിങ്ങളുടെ വീട്ടിൽ ബൗളാണേലും മതി. ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ടൊരു നല്ലൊരു കളർഫുൾ ആകാൻ വേണ്ടി ഇച്ചിരി കളർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ. ഇച്ചിരി കളറാകാൻ വേണ്ടിയേക്ക് വേണ്ടി ചെയ്തതാണ്. ആ ഒരു കളറോട് ഇട്ട് കൊടുത്തത്. അപ്പോൾ നല്ല റെഡ് കളറായിട്ട് ഒരു അട്രാക്ഷന് വേണ്ടി, ഈച്ചകൾക്ക് കൊതുകിന് ഒരു അട്രാക്ഷന് വേണ്ടിയാണ് ഈ റെഡ് കളർ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് മതി നമുക്ക് നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചെടുത്ത് ഇതുപോലെ ഈച്ച ശല്യം, അതുപോലെ തന്നെ നമ്മുടെ പൊടിയീച്ചകളില്ലേ, വേസ്റ്റ്, ആ ഈച്ചകൾ, അതുപോലെ ഉറുമ്പുകളൊക്കെ പിടിക്കാനൊക്കെ സൂപ്പറാണ് ഈ ഒരു സൊല്യൂഷൻ കേട്ടോ. അടിപൊളിയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കാൻ, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സൂത്രമാണിത്. ശർക്കര. എല്ലാവരും വീഡിയോയിൽ കാണും ശർക്കര. ഇച്ചിരി അലിഞ്ഞ ശർക്കരയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ശർക്കര കയ്യിലെടുത്തിട്ട് വെള്ളമയമായിട്ട് ഒന്ന് എടുത്തതിന് ശേഷം ഈ ഗ്ലാസിൻ്റെ വക്കിലെല്ലാം ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഗ്ലാസിൻ്റെ നമ്മൾ ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന വിനാഗിരി കളർ വെച്ചിരിക്കുന്ന അതിൻ്റെ തൊട്ട് മുകൾ ഭാഗത്തായിട്ട് വരതകത്തോട്ട് ഉള്ളിലേക്ക് കൂടെ ഒന്ന് തേച്ച് കൊടുക്കുക. നല്ല കൂടെ ഒന്ന് തേച്ച് കൊടുക്കുക. പിന്നെ ശർക്കരയുടെ എന്തെല്ലാം ഇത് വീണിട്ട് തറയിലെങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ അത് തുടച്ച് മാറ്റണം. കാര്യം അവിടെ ഈച്ച വന്നിരുന്നാൽ പിന്നെ ഗ്ലാസ്സിലോട്ട് കയറാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കണ്ടത് നല്ല കളർഫുള്ളായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അട്രാക്ഷൻ കാരണം ഈ പൊടിയീച്ചകളെല്ലാം ഇതിൽ വന്ന് വീഴുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് ഈ കൊതുകിനെയും അതുപോലെ തന്നെ ഈച്ചേനെയും പിടിക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഞാനിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാര്യം ഈ മധുരം, ശർക്കരയ്ക്ക് മധുരമാണല്ലോ. ഇത് മധുരം കഴിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവും. ഉള്ളിലെല്ലാം ഇങ്ങനെ ശർക്കര തേച്ച് വെച്ചിട്ടുള്ളത് കാരണം ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അത് ആ വെള്ളത്തിൽ വീണ് ചാകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഈച്ചകളെ കിട്ടി. ഇത് കണ്ടില്ലേ, ഈച്ചപ്പനെ ഇവിടെ കൊണ്ടുപോയപ്പോൾ ഒരു ഈച്ച വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഒരുപാട് ഈച്ചകളെ ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത്. അതേപോലെ തന്നെ ചെറിയ ചെറിയ ഈച്ചകളും വലിയ ഈച്ചകളും ഒക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയത് കണ്ടില്ലേ, ഈച്ചകൾ ഇതിൻ്റെ അകത്ത് വീണിട്ടുണ്ട്. ജീവനും ഉണ്ട് കേട്ടോ. ഇത് കണ്ട, ജീവനുള്ള ഈച്ചകളാണ് വീണിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്കൊരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നാലും ഞാൻ എടുത്ത വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ ഈച്ചനെയും പല്ലിയുടെയും പാറ്റേനെയും ഒക്കെ തുടുത്തുന്ന വീഡിയോസ് എല്ലാം എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. കൊതുകിനെ തുടുത്തുന്ന വീഡിയോ, ഇപ്പോൾ ഭയങ്കര കൊതുക് ശല്യവും ഈച്ച ശല്യവുമാണ്. നിങ്ങളെല്ലാം തുടുത്തുന്ന വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണണേ. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡ ആണ്. ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡ ആണ് ചേർക്കേണ്ടത്. അതായത് നമ്മുടെ സോഡാപ്പൊടി എന്ന് പറയും. അപ്പോൾ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വിനാഗിരിയുടെ ഇതിനകത്തുണ്ടല്ലോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു റിയാക്ഷൻ നടക്കും. നല്ലപോലെ പതഞ്ഞ് കയറും കേട്ടോ. പതഞ്ഞ് കയറുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ഈച്ച എല്ലാം ചത്തു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിങ്ങളെ ഈ ഈച്ചനെയും കൊതുകിനെയും ഇതിനെല്ലാം കുടുക്കിലാക്കിയിട്ട് നമുക്ക് ഇതുപോലെ കൊല്ലാനും സാധിക്കും. നിഷ്പ്രയാസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ്. ഇങ്ങനെ നമ്മളൊന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലെ ഈ ചെറിയ ചെറിയ ഈച്ചകളുടെ ഒക്കെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് വെക്കും. പഴയ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചാൽ, വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഗ്ലാസ് എടുത്തിരിക്കുന്നത്. നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ഏതെങ്കിലും ഉപയോഗിക്കാത്ത പാത്രങ്ങളുണ്ടെങ്കിൽ അത് എടുക്കുക. എന്നിട്ട് ഇതുപോലൊന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആ ഈച്ചകൾ ഫുള്ള് ഈ ഒരു ഗ്ലാസ്സിൻ്റെ മുകളിൽ വന്നിരുന്ന് ഇതിനകത്ത് വീണ് ചത്തോളും കേട്ടോ. അപ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വീട്ടിൽ മേടിച്ച് വെക്കേണ്ട. വെളിയിൽ നിന്ന് കാശ് മുടക്കി ഒന്നും മേടിക്കേണ്ട. പിന്നെ അതുപോലെ കൊതുക് തിരി, അത് ഈച്ചയെ കൊല്ലാനുള്ള സ്പ്രേ, അങ്ങനെ കൊതുകിനെ കൊല്ലുന്ന ഒന്നും നമ്മൾ മേടിച്ച് നമ്മുടെ കാശും കളയേണ്ട. അതൊക്കെ നമുക്ക് ദൂഷ്യമാണ്. അന്നിപ്പോൾ നമുക്കിതിങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈച്ച ശല്യം, കൊതുക് ശല്യമൊക്കെ മാറുന്നതായിരിക്കും കേട്ടോ. എനിക്ക് 100% റിസൾട്ട് കിട്ടി. അപ്പോൾ നിങ്ങളെ ലൈവായിട്ട് ഞാൻ കാണിച്ചു തന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ലൊരു ടിപ്പായിട്ടാണ് തോന്നിയത്. കൊച്ചു കുട്ടികൾക്കാണ് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ തറയിലൊന്നും വെച്ചേക്കരുത്. റെഡ് കളറൊക്കെ ആയത് കാരണം വല്ല ജ്യൂസ് അതുപോലെ എടുത്ത് കുടിക്കും. മാറ്റി വെച്ചേക്കണം.
അപ്പോൾ ഇത് കണ്ടില്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്. ഇപ്പോൾ കണ്ടില്ലേ ഒരുപാട് കണ്ണീച്ചലുകൾ ഒക്കെ ഇതിൻ്റെ അകത്ത് വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഒത്തിരി നല്ല റിസൾട്ടാണ് ഈ ഒരു സൊല്യൂഷനും കൊണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണേ. അന്നിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.